ആശുപത്രി കിടക്കയിൽ നിന്നുള്ള വീഡിയോ പങ്കുവച്ച് ഡോക്ടർ എലിസബത്ത് ഉദയൻ. മുൻ പങ്കാളിയായ ബാലയും കുടുംബവും തന്നെ നിരന്തരം വേട്ടയാടുന്നുവെന്നും ജീവൻ നഷ്ടമായാൽ അതിന് ഉത്തരവാദി അവരായിരിക്കുമെന്ന് പറഞ്ഞാണ് ഇന്ന് രാവിലെ എലിസബത്ത് ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്നും വീഡിയോയിൽ പറയുന്നു. അവസ്ഥയിൽ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ആക്ച്വലി എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മരിക്കുകയാണെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ആ പുള്ളി തന്നെയാണ്. ഞാൻ ചീഫ് മിനിസ്റ്ററിന് കംപ്ലൈൻറ്റ് കൊടുത്തു, പോലീസിൻ്റെ കംപ്ലൈൻറ്റുകൾ അക്സെപ്റ്റ് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആരും ഇതിൻ്റെ കംപ്ലൈൻറ്റ് മോളിന് താഴ്ത്തേക്ക് നോളം ഡിവൈസ് ഓഫീസിലെത്തി. ഒരു തവണ വീട്ടിൽ വന്നിട്ട് അന്വേഷിച്ചു. പിന്നെ അതിൻ്റെ റിസൾട്ട് അറിയില്ല. കോർട്ടിൽ കേസ് നടക്കുന്നുണ്ട്. കുറേ തവണ വക്കീലും പ്രസന്റ് ആയില്ല. ഓക്കെ, ലേബി സജീന്ദ്രൻ നൽകും വിവരങ്ങൾ. ലേബി, ആ ഒരു ജീവിതത്തിൽ നിന്ന് എലിസബത്ത് ഇറങ്ങി വന്നിട്ട് കുറച്ചു കാലമായി. അതിനുശേഷം ഇപ്പോഴും ആ ഒരു ദുരിതം അനുഭവിക്കുന്നു എന്ന രീതിയിലാണ് എലിസബത്ത് പറയുന്നത്. ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് എലിസബത്തിനെ എത്തിച്ചത് എന്താണ്? നടൻ ബാലയുടെ മുൻ പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയനെ ഗുളിക കഴിച്ച അവശനിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ വൈകിട്ട് 5:30 അഹമ്മദാബാദ് BJ മെഡിക്കൽ കോളേജിന്റെ ഡോക്ടേഴ്സ് റൂമിൽ അവശനിലയിൽ ഡോക്ടർ എലിസബത്ത് ഉദയനെ കണ്ടെത്തിയത്. ഉടൻ തന്നെ സഹപ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് ഡോക്ടർ എലിസബത്ത് പുറത്തിറക്കിയ വീഡിയോയിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ബാലയ്ക്കും കുടുംബത്തിനുമെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബാലയ്ക്കും കുടുംബത്തിനുമാണ് എന്ന് വീഡിയോയിൽ പറയുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും തനിക്ക് നിയമപരമായ പരിരക്ഷയൊന്നും കിട്ടുന്നില്ല എന്നുള്ള ഗുരുതരമായ ആരോപണവും എലിസബത്ത് വീഡിയോയിൽ പറയുന്നുണ്ട്. മാത്രമല്ല, കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായിട്ട് പോലും ബാല നിരന്തരം വീഡിയോയിലൂടെ തന്നെ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, 250 കോടിയുടെ ആസ്തിയുണ്ടെന്ന് പറയുമ്പോഴും തനിക്ക് സാമ്പത്തികമില്ല എന്നുള്ള കാര്യമാണ് കൗണ്ടർ അഫിഡവിറ്റിൽ ബാല കോടതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. കോടതിയിൽ ഹാജരാകാൻ പോലും ബാല തയ്യാറാകുന്നുമില്ല. നിയമപരമായ പരിരക്ഷ കിട്ടാത്ത സാഹചര്യത്തിൽ വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ ഒരു വീഡിയോ ഡോക്ടർ എലിസബത്ത് ഉദയൻ ഇറക്കിയിരിക്കുന്നത്. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് എന്നും അത് പിന്നീട് പറയുമെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, ലേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.